അപ്പൊ നമ്മള് കറണ്ട് അഫയേഴ്സിലെ ഇന്ന് പുതിയൊരു സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. വരാനിരിക്കുന്ന LDC, LPUP, അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് പരീക്ഷ, ഇതിനെല്ലാം ഉപകാരപ്പെടുന്ന രൂപത്തിൽ കറണ്ട് അഫയേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ രാവിലെ 7:30 ഇവിടെ റെഗുലർ ആയിട്ട് പോകും. എല്ലാവരെയും ഇന്ന് മുതലുള്ള ഈ സീരീസിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ചോദ്യ പേപ്പറുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് അതിൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-47 ഏരിയയിൽ നിന്നാണ്. 47 എന്ന് പറഞ്ഞ് നമ്മള് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മളുടേതായിട്ടുള്ള അനാലിസിസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, അല്ലാതെ അതിനൊരു സിലബസ് ഒന്നുമില്ല. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ വൈസ് ക്ലാസ്സുകളാണ് ഇനി അങ്ങോട്ട് ഉണ്ടാവുക. അപ്പൊ എല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് PSC ഇപ്പോ കുറച്ചായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചു വന്ന പുതിയ കാര്യങ്ങൾ. അപ്പൊ അതില് ആപ്പുകൾ വരാം, അതുപോലെ തന്നെ ഓരോരോ കമ്പനികൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ വരാം, ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരാം. അപ്പൊ മീഡിയ വണ്ണിന്റെ അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിച്ച ആദ്യത്തെ വാർത്താ അവതാരകൻ ആരാണ്? ഇവാൻ. മീഡിയ വണ്ണിന്റെ, അത് PSC ചോദിച്ചു കേട്ടോ. അപ്പൊ അത്തരത്തിൽ പുതിയ കാര്യങ്ങൾ AI ഉപയോഗിച്ച് വരുന്ന കറണ്ട് അഫയേഴ്സിലെ പുതിയ ട്രെൻഡുകളെ PSCയുടെയും ചോദ്യങ്ങളിൽ ട്രെൻഡിങ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും സെഷനിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പല ബാച്ചിലുള്ള ആളുകളായേക്കാം. കറണ്ട് അഫയേഴ്സിന് അങ്ങനെ ബാച്ച് ഒന്നുമില്ല, കറണ്ട് അഫയേഴ്സിന് അങ്ങനെ പ്രത്യേകിച്ച് സ്പ്ലിറ്റുകളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും പഠിക്കുക. പിന്നെ LPUP പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ സ്പോർട്സിന്റെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും അവർ നോക്കണ്ട എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ജനറൽ ആയിട്ട് വരുന്ന ഈ അവാർഡുകളും കാര്യങ്ങളും, പിന്നെ അവർക്ക് കുറച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കൂടുതലായിട്ടും പഠിക്കേണ്ടത്. ISR ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് LPUPക്കാർ പഠിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സും ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെ LPUP പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും. സ്പോർട്സിന്റെ ക്ലാസ്സുകൾ ഒട്ടും ഇല്ല എന്നല്ല പറയുന്നത്, സ്പോർട്സിന് കൂടുതൽ ക്ലാസ്സുകളെ നമ്മൾ ജൂലൈ മാസത്തിലായിരിക്കും നമ്മൾ എടുക്കുക കേട്ടോ. പിന്നെ ഈ കോഴ്സ് ഏതുവരെ തുടരും? ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതുന്ന LDC പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സിന് വരെ നമ്മൾ ഈ കോഴ്സ് തുടരും കേട്ടോ. അപ്പോ 7:30 എന്ന് പറയുന്നത് നമ്മുടെ റുട്ടീൻ ടൈം ആയിട്ട് നമ്മൾ ആദ്യത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ പോസ്റ്റർ അടിച്ചപ്പോ കട്ടൻ ചായക്കൊപ്പം കറണ്ട് അഫയേഴ്സ് എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മൾ പോസ്റ്റർ അടിച്ചിരുന്നത്. അപ്പൊ എല്ലാ വിഭാഗക്കാർക്കും ഉപകാരപ്പെടുന്ന ഡെയിലി രാവിലെ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് അങ്ങ് സെറ്റാക്കി പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഇത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. ആരെ സംബന്ധിച്ചിടത്തോളം? റെഗുലറായി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. എന്നാൽ ഈ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടാണല്ലോ പലരും കറണ്ട് അഫയേഴ്സ് തപ്പുന്നത്. അവരെന്ത് ചെയ്യണം? ഈ കോഴ്സൊക്കെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ഈ കോഴ്സിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസും PDF-കളൊക്കെ എന്താണ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടി വരും എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. ബാക്കി ഒക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് പോന്നോളാ. അതിശക്തമായി പഠിച്ചോളാം. കറണ്ട് അഫയേഴ്സിലെ പല പരീക്ഷയ്ക്കും കറണ്ട് അഫയേഴ്സ് 20 മാർക്കൊക്കെ ഉണ്ട് അല്ലെ. LDC 20 മാർക്കുണ്ട്, LGSനും ഉണ്ട്. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പിന്നെ 7 മാർക്കോളം വരുന്നുണ്ട്. ടൈപ്പിസ്റ്റിന് 2-3 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരിക്കും. കണ്ടക്ട് ചെയ്യുക, പരമാവധി ലൈവില് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, എന്നാ പിന്നെ നമ്മളെ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ടേം ആണ് എന്ത്? ChatGPT അല്ലെ. യെസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പദമാണ് എന്ത്? ChatGPT. എന്താണ് ChatGPT? 2022 നവംബറിൽ സ്ഥാപിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ട് സംവിധാനമാണ് ChatGPT. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ChatGPTയോട് ചാറ്റ് ചെയ്ത് ചോദിക്കാം. ChatGPT നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് നമുക്കത് പറഞ്ഞു തരും അല്ലെ. യെസ്, ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് കാണിച്ച് തരാം അല്ലെ. യെസ്, അതായത് നിങ്ങൾ എന്താണ് ChatGPT എടുക്കുകയാണ്. ജസ്റ്റ് ഗൂഗിളിൽ എടുത്തിട്ട് ChatGPT എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഗൂഗിളിൽ എടുത്ത് ChatGPT അടിച്ചു കൊടുക്കുന്നതിൽ ഒരു വിരോധാഭാസം ഉണ്ട്, അത് പിന്നീട് ഞാൻ പറയാം.
യെസ്, ചാറ്റ് GPT എന്ന് നിങ്ങളുടെ എന്താണ് ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിലെ ചാറ്റ് GPT അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഓപ്പൺ ആണ്, അവിടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ആയി വന്ന പോലെ കണ്ടോ. ഞാൻ ഇവിടെ ചോദിക്കുകയാണ് എന്താണ് ഗിവ് 100 വെബ് ബ്രൗസേഴ്സ് എന്ന് ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്, എനിക്ക് 100 വെബ് ബ്രൗസേഴ്സ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ നിങ്ങൾ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് 100 വെബ് ബ്രൗസേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകൾ വരും. ഇതിനകത്ത് നിന്നൊക്കെ നമ്മൾ പെറുക്കി എടുക്കണ്ടേ? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പെറുക്കി എടുക്കണ്ടേ? യെസ്, ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതേ നമ്മുടെ ചാറ്റ് GPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ചെയ്ത് നമുക്ക് അങ്ങ് തരും. യെസ്, അവിടെ നിന്നും ഇവിടെ നിന്നുള്ള ലിങ്കുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒന്ന് പ്രിസൈസ് ആക്കിയിട്ടുള്ള കണ്ടന്റ് നമുക്ക് തരും. നമുക്ക് ഒരു പണിയില്ല. അതുകൊണ്ടാണ് പല രാജ്യത്തും ഇത് നിരോധിച്ചത് തന്നെ കേട്ടോ. ചാറ്റ് GPT പല രാജ്യത്തും ഇറ്റലിയിലൊക്കെ നിരോധിച്ചിട്ടുണ്ട്. എല്ലാം സോർട്ട് ചെയ്ത് നമുക്ക് തരും, പണി കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേട്ടോ. അപ്പൊ അതാണ് ചാറ്റ് GPT. 2022 നവംബറിലാണ് ആരംഭിച്ചത്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചാറ്റ് GPT ആണ്, ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT എന്ന് പഠിച്ച് വെക്കാം. ഓക്കെ, ഇത് OpenAI എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. ചാറ്റ് GPT നിർമ്മിച്ച കമ്പനി ഏതാണ്? OpenAI എന്ന് പഠിച്ചു വെക്കാം. ഏതാണ്? OpenAI കേട്ടോ. ചാറ്റ് GPT നിർമ്മിച്ച കമ്പനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OpenAI എന്ന് പഠിച്ചു വെക്കാം. അതിന്റെ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാദ നായകനാണ്, അല്ലെങ്കിൽ എന്താണ് നായകനാണ് എന്ന് പറയാം. വിവാദം നായകൻ എന്ന് പറയാൻ പറ്റില്ല, നായകൻ എന്ന് പറയാം. സാം ആൾട്ട്മാൻ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ആളുകളും കമ്പനിയിൽ പല പ്രശ്നങ്ങളും നാം റിസൈൻ ഒക്കെ ചെയ്തു പോകില്ലേ അല്ലെ? പല കമ്പനികളും നമുക്കറിയാം, പ്രശസ്തമായ പലരും എന്താണ് അവർ വർക്ക് ചെയ്യുന്ന കമ്പനി, പിന്നെ അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അതിനകത്ത് ലീവ് ചെയ്ത് പോകും, റിസൈൻ ചെയ്ത് പോകും ഇല്ലേ? ഈ സാം ആൾട്ട്മാൻ ഇതേപോലെ റിസൈൻ ചെയ്ത് OpenAI എന്ന് പോയി. പോയ സമയത്ത് ആ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസും മൂപ്പരുടെ കൂടെ പോയി. യെസ്, അപ്പൊ എന്ത് ചെയ്തു? OpenAI അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. എന്തോ പ്രശ്നമായിട്ട് പോയതാണ്, പക്ഷെ OpenAI അയാളുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തിരിച്ചു വിളിച്ചു. അത്രയും ഫേമസ് ആണ് ഈ സാം ആൾട്ട്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ പറയുന്ന ചാറ്റ് GPT OpenAI കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഒരു ന്യൂസ് വാല്യൂ ഉള്ള സംഭവം ആയതുകൊണ്ട് അതും എടുത്ത് പഠിക്കണം. നമ്മളെ CEO ആരാണ്? OpenAI കമ്പനിയുടെ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാം ആൾട്ട്മാൻ എന്ന് പഠിച്ചു വെക്കാം. ചാറ്റ് GPT എന്താണ് എന്നും മനസ്സിലാക്കി വെക്കാം കേട്ടോ. ചാറ്റ് GPT, ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ചാറ്റ് GPTയുടെ പൂർണ്ണരൂപം. എന്താണ്? യെസ്, എന്താണ്? ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ചാറ്റ് GPTയുടെ പൂർണ്ണരൂപം കേട്ടോ. അതും കൂടി എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, ഇനി ചാറ്റ് GPT സേവനം ഏത് വെബ് സെർച്ചിലാണ് ആദ്യമായിട്ട് ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബിങ്ങിലാണെന്ന് പഠിച്ചു നോക്കാം. ഞാനിപ്പോ ഗൂഗിളിലല്ലേ എടുത്തത്, ഗൂഗിളിൽ എടുത്തിട്ടല്ലേ ചാറ്റ് GPT ഞാൻ ചെയ്തത് അല്ലെ? പക്ഷെ ബിങ്ങിലാണ് ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു നോക്കാം. ചാറ്റ് GPT സേവനം വെബ് സെർച്ചിൽ ആദ്യമായി അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ബിങ്ങിലാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ ആദ്യമായിട്ട് ഈ ചാറ്റ് GPT സംവിധാനം എനേബിൾ ചെയ്തത് ഏത് സെർച്ച് എഞ്ചിനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൈക്രോസോഫ്റ്റ് ബിങ്ങിലാണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, OpenAI കമ്പനിയുടെയാണ്. സാം ആൾട്ട്മാൻ ആണ് അതിന്റെ CEO എന്ന് പഠിച്ചു വെക്കാം. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിനിങ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ചാറ്റ് GPTയുടെ പൂർണ്ണരൂപം എന്ന് പഠിച്ചു വെക്കാം. ഇതൊന്നുമില്ല കേട്ടോ. ഈ ചാറ്റ് GPT നമുക്ക് ഏത് സെർച്ച് എഞ്ചിനിലും എടുക്കാം, ഗൂഗിളിൽ എടുക്കാം, ബിങ്ങിൽ എടുക്കാം, അങ്ങനെ പലയിടത്തും എടുക്കാം. ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ബിങ്ങിലാണ് എന്ന് പഠിച്ചു നോക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചാറ്റ് GPT, OpenAI, സാം ആൾട്ട്മാൻ അതിന്റെ പൂർണ്ണരൂപം അതെവിടെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നിന്ന് പഠിച്ച് പോകണം കേട്ടോ. ഇനി ചാറ്റ് GPT എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മളെ ഇത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ്ഡ് റിസൾട്ട് ആണ് നമുക്കൊരു ചാറ്റിലൂടെ തരുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുന്നതിന്റെ റിസൾട്ട് പലയിടത്തുനിന്നായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള, നമ്മൾ താജ്മഹലിനെ കുറിച്ച് ഒരു 100 വേർഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 100 വേർഡിൽ പ്രിസൈസ് ആയിട്ട് നമുക്ക് തരും. 500 വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ 500 വേർഡിൽ പ്രിസൈസ് ആയിട്ട് നമുക്ക് തരും. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് തരും ചാറ്റ് GPT. അപ്പൊ ഇത് എല്ലാ കമ്പനിയും ഈ പറയുന്ന സംവിധാനം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. OpenAI കമ്പനി കൊണ്ടുവന്ന ചാറ്റ് GPTയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോ ഈ ഗൂഗിളുകാര് വെറുതെ ഇരുന്നില്ല, ഗൂഗിളിൽ ഇങ്ങനെ ഇതിന് ബദലായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നു. ഓക്കെ, ചാറ്റ് GPTക്ക് ബദലായിട്ട് ഗൂഗിളിൽ അവതരിപ്പിച്ച ഇത് പലരും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മളെ എലൻ മസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പലരും എന്താണ് ഇതിന് ബദലായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഗൂഗിൾ
ChatGPTക്ക് ബദലായി കൊണ്ടുവന്ന സംവിധാനമാണ് ബാർഡ്. അതും വളരെ ട്രെൻഡിങ് ആണ്. ഈ ChatGPTയും ബാർഡും തമ്മിലാണ് ഭയങ്കര മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഗൂഗിൾ അവതരിപ്പിച്ച ChatGPT ബദലായിട്ടുള്ള ബോട്ടാണ് ബാർഡ് കേട്ടോ. യെസ്, ഓക്കെ. ലാംഡ എന്ന AI ഭാഷ ഉപയോഗിച്ചാണ് ബാർഡ് പ്രവർത്തിക്കുന്നത്. ലാംഡ, അതൊരു അഡീഷണൽ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ലാംഡ കേട്ടോ. ലാംഡ എന്ന AI ഭാഷ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗൂഗിളിന്റെ ChatGPT പോലെയുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർഡ് ആണ് എന്ന് പഠിച്ചു കേട്ടോ. അപ്പോ ഓപ്പൺ AI കമ്പനിയുടെ ആണ് എന്ത്, ChatGPT. പിന്നെന്താണ്, യെസ്, ബാർഡ് ഗൂഗിളിന്റെ ആണ് ഏത്, ബാർഡ്. എല്ലാം കൺസെപ്റ്റ് സെയിം തന്നെ, ഞാനിപ്പോ കാണിച്ച കൺസെപ്റ്റ് തന്നെ കേട്ടോ. യെസ്, ഓക്കെ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇടയിൽ പഠിച്ച് പോകും. ഓക്കെ. ഇനി 2023 കോളിൻസ് നിഘണ്ടു വാക്കായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ വാക്കായി തിരഞ്ഞെടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, AI ആണ്. 2023 വാക്കായി തിരഞ്ഞെടുത്തത് ഏത് വാക്കിനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പഠിച്ചു കേട്ടോ. 2023 വാക്കായി തിരഞ്ഞെടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് എന്ന് പഠിച്ചു. ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേര് ലെക്സി. ഇന്ത്യയിൽ ഈ ഓപ്പൺ AIയും ബാർഡും ഒക്കെ ഇന്ത്യയിലല്ലല്ലോ അല്ലെ. യെസ്, ഇന്ത്യയിൽ ഉപയോഗിക്കാം, പക്ഷെ കണ്ടുപിടിച്ചത് ഇന്ത്യയിലല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേര് ലെക്സി എന്ന് പഠിച്ചു. ലെക്സി. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പഠന രീതിയുമായി ഒരു വേദിക് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ് എന്ന പോയിന്റും പഠിച്ചു. ഓക്കെ. അപ്പൊ 2023 കോളിൻസ് നിഘണ്ടുവിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്, അത് ലെക്സിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പഠന രീതിയുമായിട്ട് ആദ്യത്തെ വേദിക് സ്കൂൾ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് കൊച്ചിയിലാണ് എന്ന പോയിന്റും പഠിച്ചു. ഓക്കെ. അപ്പൊ സാം ആൾട്ട്മാൻ ഏത് കമ്പനിയുടെ CEO ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാം ആൾട്ട്മാൻ ഏത് കമ്പനിയുടെ CEO ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, ഓപ്പൺ AI കമ്പനിയുടെ CEO ആണെന്ന് പഠിച്ചു അല്ലെ. ChatGPTക്ക് ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ അത് ബാർഡ് ആണ് എന്ന് പഠിച്ചു നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ഏതാണ്, ലെക്സി എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വരണ്ടേ. ഞാനിപ്പോ രാവിലെ 7:30 പല പണിയുടെ തിരക്കിന്റെ ഇടയിലാണ്. യെസ്, ഞാനിപ്പോ നോട്ട് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടു പോകാം. പിന്നീട് ഞാൻ എന്ത് ചെയ്യും, രാത്രി സമയം കിട്ടുമ്പോൾ ഇതൊക്കെ പഠിക്കും. അങ്ങനെയൊന്നുമില്ല. 7:30 മുതൽ 8:30 വരെ നിങ്ങളുടെ മനസ്സ് പകുതി ഇവിടെ കൊടുക്കുക കേട്ടോ. യെസ്, ആ പകുതി കൊടുത്തിട്ട് ഏകദേശം കാര്യങ്ങൾ ഇവിടെ പഠിക്കുക. പിന്നെ നാളെ രാവിലെ 7 മണി മുതൽ 7:30 വരെ ഒരു അരമണിക്കൂർ വായിച്ചു നോക്കുക. കറണ്ട് അഫയേഴ്സിന് അത്ര സമയം ചെലവഴിച്ചാൽ മതി നിങ്ങൾ. അങ്ങനെ നിങ്ങളെ എല്ലാ സമയത്തും, അതായത് നിങ്ങളുടെ പരീക്ഷ, നിങ്ങളുടെ അഡ്വൈസ് വീട്ടിലേക്ക് എത്തി നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ്, കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് ഉറപ്പാണ്. കാരണം 5 വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്, ധൈര്യമായിട്ട്. കാരണം അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് നമ്മളെ പോയിന്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ കയറുക. നോട്ട് എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ വെറുതെ കേൾക്കാനോ ഇങ്ങോട്ട് വരണ്ട. ക്ലാസ്സിൽ നിന്ന് തന്നെ ഞാൻ പഠിക്കും എന്ന് നിയത്തോട് കൂടിയിട്ട് എന്ന് പറയും നമ്മൾ മലയാളത്തിൽ, അല്ല അറബിയിൽ അല്ലെ. എന്താണ്, മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് UAE-യിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ വേദിക് സ്കൂൾ എവിടെയാ വന്നത്, കൊച്ചിയിലാണ്. യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE എന്ന് പഠിച്ചു. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്, UAE-യിലാണ് എന്ന് പോയിന്റ് പഠിച്ചു കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വോയിസ് ചാറ്റ് ബോട്ട് വികസിപ്പിച്ച ബാങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടാക് മഹീന്ദ്ര എന്ന് പഠിച്ചു. അതാണ് കൊടാക് മഹീന്ദ്രയാണ് ആദ്യമായിട്ട് വോയിസ് ചാറ്റ് ബാങ്ക് കേട്ടോ. വോയിസ് ചാറ്റ് കൊണ്ടുവന്ന ബാങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടാക് മഹീന്ദ്ര എന്ന് പഠിച്ചു. ഗൂഗിളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ലാബ് എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. ഗൂഗിളിന്റെ നേതൃത്വത്തിലുള്ള റിസർച്ച് ലാബ് ഇന്ത്യയിൽ എവിടെ വരുന്നത്, ബാംഗ്ലൂർ കേട്ടോ.
യെസ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്ന എവിടെയാണ്? അത് UAE-യിലാണ്. യൂണിവേഴ്സിറ്റി. വേദിക് സ്കൂളോ കൊച്ചിയിലാണ്. ഈ വോയിസ് ചാറ്റ്, ഇങ്ങനെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് വോയിസ് ചാറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് ബാങ്കാണ്? കൊടാക് മഹീന്ദ്ര. ഗൂഗിളിന്റെ നേതൃത്വത്തിൽ AI റിസർച്ച് ലാബ് ആദ്യമായിട്ട് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബാംഗ്ലൂരാണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം കേട്ടോ. ബാംഗ്ലൂരാണ് കേട്ടല്ലേ? യെസ്. ഇങ്ങനെ പല കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? പരമാവധി നോക്കാം കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരംഭിച്ചത് ഫെഡറൽ ബാങ്കാണ്. ആദ്യമായിട്ട് വോയിസ് ചാറ്റ് കൊണ്ടുവന്നത് കൊടാക് മഹീന്ദ്രയാണ്. എന്നാൽ സ്റ്റാഫിനെ നിയമിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HR ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ട് AI കൊണ്ടുവന്നത് ഏത് ബാങ്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കാണ് എന്ന് പഠിച്ചു കേട്ടോ. ജയിൽ സുരക്ഷയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് പഠിച്ചു നോക്കാം. ജയിൽ സുരക്ഷയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് കേരളമാണ്. ഓക്കെ, യെസ്. അതൊക്കെ ചോദിച്ചേക്കാം കേട്ടോ. പ്രത്യേകിച്ചും കേരളം വരുന്ന സമയത്തെ PSCക്ക് ഒന്നും കൂടി ഒരു കണ്ണുണ്ടാവും. അപ്പൊ ജയിൽ സുരക്ഷയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ ഗൂഗിളിന്റെ നേതൃത്വത്തിൽ റിസർച്ച് ലാബ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ നേതൃത്വത്തിൽ റിസർച്ച് ലാബ് വന്നത് അത് ബാംഗ്ലൂരാണെന്ന് പഠിച്ചു നോക്കാം. വോയിസ് ചാറ്റ് കൊണ്ടുവന്ന ബാങ്ക് ഏതാ? അത് കൊടാക് മഹീന്ദ്ര അല്ലെ. AI യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് വന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UAE-യിലാണ് എന്ന് പഠിച്ചു വെക്കാം. ഇനി ChatGPT-ക്ക് ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച സെർച്ച് സംവിധാനത്തിന്റെ പേരെന്താന്ന് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഏതാ? അതെ, ബാഡാണ് എന്നും നമ്മൾ പഠിച്ചു കേട്ടോ. യെസ്. അപ്പൊ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ട് ആരംഭിച്ചത് പേര് പോലെ തന്നെ അക്സ ആക്സിസ് ബാങ്ക് എന്ന് പഠിച്ചു നോക്കാം. ബാങ്കുകാർ AI കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. വോയിസ് ചാറ്റിന് വേണ്ടിയിട്ട് കൊടാക് മഹീന്ദ്ര, പിന്നെ ഹ്യൂമൻ റിസോഴ്സിൽ ഫെഡറൽ ബാങ്ക്, യെസ്. പിന്നെ അക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോട്ട് ആരംഭിച്ചത് ആക്സിസ് ബാങ്ക് ആണെന്ന് പഠിച്ചു നോക്കി. ഇതിനകത്ത് വേറൊന്നുണ്ട്. ഒരു ബാങ്കുകാരെ ഇന്നത് ഇറക്കി കഴിഞ്ഞാൽ അടുത്ത ബാങ്കുകാർ വിചാരിക്കുക എന്താ വേറെ എന്തെങ്കിലും ഇറക്കാം, നമുക്കൊരു ന്യൂസ് വാല്യൂ കിട്ടണം എന്നുള്ള രൂപത്തില് യെസ് അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും അല്ലെ. യെസ്. അപ്പൊ അക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ട് ആരംഭിച്ചത് ആക്സിസ് ബാങ്ക് ആണ് എന്ന് പഠിച്ചു നോക്കാം. യെസ്. രാജ്യത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക്, ഗൂഗിളിന്റെ റിസർച്ച് ലാബ് വരുന്നത് ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ AI ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് പാർക്ക് അല്ലെ. യെസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി ART കേട്ടോ പാർക്ക് വരുന്നത് അതും ബാംഗ്ലൂരാണ് എന്ന് പഠിച്ചു. ഗൂഗിളിന്റെ റിസർച്ച് ലാബ് വരുന്നതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സിന്റെ പാർക്ക് വരുന്നതും എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിറ്റി ആയ ബാംഗ്ലൂരാണ് എന്ന് പഠിച്ച് വെക്കാം കേട്ടോ. യെസ്. ഓക്കെ അല്ലേ. അപ്പൊ AI യൂണിവേഴ്സിറ്റി UAE-യിലാണല്ലോ അല്ലെ. വേദിക് സ്കൂൾ അത് കൊച്ചിയിലാണല്ലോ അല്ലെ. അതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മൾ ഇടയിലിടയിൽ റിവിഷൻ ചെയ്യും കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ GPT. മീഡിയ കമ്പനിയായ ഫിറ്റൂരിയാണ് ഇത് വികസിപ്പിച്ചത്. റേഡിയോ GPT. അതിന്റെ ലോഗോയാണ് ഇത്. യെസ്. വെറുതെ കാണാം കേട്ടോ. റേഡിയോ GPT. ടൈപ്പിസ്റ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ LDC എഴുതുന്നുണ്ടാവുമല്ലോ അല്ലെ. യെസ്. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്താം കേട്ടോ. ടൈപ്പിസ്റ്റ് മാർക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സുകളെ മിസ്സാക്കണ്ട. കൃത്യമായിട്ട് എന്നും ക്ലാസ്സിൽ വരാം. ഇതെല്ലാ പരീക്ഷക്കാർക്കും ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? യെസ്, അത് റേഡിയോ GPT എന്ന് പഠിച്ചു. പിച്ചൂരിയാണ് അത് വികസിപ്പിച്ചത് കേട്ടോ. അപ്പൊ ജയിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചത് ആദ്യമായിട്ട് ആരാണ്? ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് കേട്ടോ. യെസ്. റേഡിയോ GPT പഠിച്ചു നോക്കാം. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഗർഭാശയ ക്യാൻസർ പ്രാരംഭ ദിശയിൽ നിർണ്ണയിക്കുന്ന ഓട്ടോമാറ്റിക് ഹൈസ്പീഡ് മെഷീന്റെ പേര് സർവീസ് സ്കാൻ എന്ന് നോട്ട് ചെയ്തു. എന്താണ് സർവീസ് സ്കാൻ കേട്ടോ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഗർഭാശയ ക്യാൻസർ പ്രാരംഭ ദിശയിൽ കണ്ടെത്തുന്ന ഓട്ടോമാറ്റിക് ഹൈസ്പീഡ് മെഷീന്റെ പേര് സർവീസ് സ്കാൻ എന്ന് നോട്ട് ചെയ്തു. സർവീസ് സ്കാൻ. ChatGPT പകരമായി ജിഗാ ചാറ്റ് എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത് റഷ്യ. അപ്പൊ ജിഗാ ചാറ്റ് ആര് പുറത്തിറക്കി? റഷ്യ പുറത്തിറക്കി. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ബാർഡ് പുറത്തിറക്കി. ഓപ്പൺ AI ChatGPT പുറത്തിറക്കി. റഷ്യ ആ രാജ്യം പുറത്തിറക്കിയ മറ്റൊന്നാണ് ജിഗാ ചാറ്റ്. ജിഗാ ചാറ്റ് ചൈനക്കാരുടെ ഒക്കെ ഉണ്ട്, വരുന്നുണ്ട് കേട്ടോ. ജിഗാ ചാറ്റ് ആരുടെയാണ്? റഷ്യയുടെയാണ്. ഓക്കെ. യെസ്. അപ്പൊ സർവീസ് സ്കാൻ എന്താണ്? യെസ്, ഗർഭാശയ ക്യാൻസർ പ്രാരംഭ ദിശയിൽ തന്നെ നിർണ്ണയിക്കുന്ന ഓട്ടോമാറ്റിക് ഹൈസ്പീഡ് മെഷീൻ ആണ് ഏത്? സർവീസ് സ്കാൻ എന്ന പോയിന്റ് പഠിച്ചേക്കാം കേട്ടോ. ജിഗാ ചാറ്റ് കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് റഷ്യയാണ് എന്ന പോയിന്റും പഠിച്ചു വെക്കാം. അപ്പോ ഗൂഗിളിന്റെ നേതൃത്വത്തിലുള്ള റിസർച്ച് ലാബ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് പാർക്ക് വന്നത് ഇതൊക്കെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതൊക്കെ എവിടെയാ? അതൊക്കെ നമ്മളെ ബാംഗ്ലൂരാണ് എന്നോർത്ത് വെക്കാം കേട്ടോ. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരികയെ സൃഷ്ടിച്ചത് ആരാണ്? കുവൈത്ത്. ഫെദ എന്ന് പറയുന്ന അവതാരികയെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് കുവൈത്ത് ആണ് എന്ന് പഠിച്ചു കേട്ടോ. അവതാരിക കുവൈത്തിലാണ് വന്നത്, കാണോ? യെസ്, ഇതാണ് അവതാരിക കേട്ടോ. കണ്ടാ പറയോ AI ആണെന്നുള്ളത്? യെസ്, കുവൈത്തിലാണ്. ഇതാരാന്ന് അറിഞ്ഞൂടാ. യെസ്, കുവൈത്തിലാണ് ആദ്യമായിട്ട് ഫെദ എന്ന് പറയുന്ന അവതാരികയെ സൃഷ്ടിച്ചത് കേട്ടോ. മീഡിയ വണ്ണിന്റെ വാർത്താ അവതാരകനാണ് ഇവാൻ. PSC ചോദിച്ചിട്ടുണ്ട്, അപ്പുറത്ത് വരുന്നുണ്ട് ഇവാൻ കേട്ടോ. അപ്പൊ ഫെദ ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുവൈത്തിന്റെ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം കേട്ടല്ലേ. യെസ്, കുറെ കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ തോന്നും അയ്യോ പഠിച്ചതൊക്കെ ആദ്യം പഠിച്ചതൊക്കെ മറന്നു പോയോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ ക്ലാസ്സിന്റെ ഇടയിൽ ഒരു റിട്ടൺ ടെസ്റ്റ് ഒക്കെ നടത്തും കേട്ടോ. അവസാനം നമ്മൾ ഇതെല്ലാം കൂടെ റിവിഷൻ ചെയ്ത് സെറ്റാക്കി അങ്ങ് പോകും. അപ്പൊ സർവീസ് സ്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഗർഭാശയ ക്യാൻസർ പ്രാരംഭ ദിശയിൽ തന്നെ നിർണ്ണയിക്കുന്ന ഓട്ടോമാറ്റിക് ഹൈസ്പീഡ് മെഷീനാണ് ഇത് സർവീസ് സ്കാൻ. ChatGPT പകരമായിട്ട് ജിഗാ ചാറ്റ് എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത് ഏതാണ്? റഷ്യയാണ്. ഫെദ ആരംഭിച്ചത് കുവൈത്ത് ആണ്. യെസ്, ഓക്കെ അല്ലേ. ഇനി ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇതിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ചത് അമിറ്റി യൂണിവേഴ്സിറ്റി. അമിറ്റി യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് പ്രൊഫസറെ അവതരിപ്പിച്ചത് ആരാണ്? അമിറ്റി യൂണിവേഴ്സിറ്റി ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. അമിറ്റി യൂണിവേഴ്സിറ്റി. യെസ് കേട്ടോ. ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമിറ്റി യൂണിവേഴ്സിറ്റി ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി എവിടെയാ വന്നത്? AI യൂണിവേഴ്സിറ്റി അത് UAE-യിലാണ് വന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. UAE-യിലാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി വന്നത് എന്ന് നമ്മളെ പഠിച്ചിട്ടുണ്ട്. യെസ്. ഇനി ആദ്യമായിട്ട് പ്രൊഫസറെ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അത് അമിറ്റി യൂണിവേഴ്സിറ്റി ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, പ്രൊഫസറെ അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സർവകലാശാല നിലവിൽ വരുന്നത് യെസ് കഞ്ചത്ത് ക്യാമ്പസ്, മഹാരാഷ്ട്ര. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി ദുബായിലാണ് വരുന്നത്. ദുബായിൽ. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി ദുബായിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സർവകലാശാല കർജത്ത് അല്ലെ, കഞ്ചത്ത് അല്ല, കർജത്ത് ക്യാമ്പസ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം കേട്ടോ. കർജത്ത് ക്യാമ്പസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. കർജത്ത് ക്യാമ്പസ് മഹാരാഷ്ട്ര എന്ന് എടുത്ത് പഠിക്കുക കേട്ടോ. കർജത്ത് ക്യാമ്പസ് മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ. യെസ്, കർജത്ത് ക്യാമ്പസ് മഹാരാഷ്ട്ര എന്ന കാര്യം എന്ത് ചെയ്യാം? എടുത്ത് പഠിക്കാം. ഓക്കെ. കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ടായിരുന്നു, അതാ തപ്പുന്നത്. യെസ്, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആരാണ്? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ബിയാട്രിസ് ആണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയാട്രിസ് എന്ന് പഠിച്ചു. ലോകത്തിലെ ആദ്യത്തെ, അത് സ്ലൈഡിലില്ല. ലോകത്തിലെ ആദ്യ AI ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയാട്രിസ് എന്ന് പഠിച്ചു നോക്കാം. ബിയാട്രിസ്. ഈ ലോകത്തിലെ ആദ്യത്തെ ടീച്ചർ വരുന്നതിന് മുന്നേ തന്നെ, ഇത് 2023 അവസാനത്തിലാണ് വന്നത്. 2023 ഏപ്രിൽ മാസത്തിൽ തന്നെ
പച്ചവെള്ളത്തിലെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ശോഭന മിസ്സിനെ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ പേറ്റന്റ് എടുക്കാത്തതുകൊണ്ട് നിങ്ങളോ ഞാനോ എവിടെയും അത് ഇനി പറയണ്ട കേട്ടോ. പറഞ്ഞത് പറഞ്ഞു, ഇനി പറയണ്ട. യെസ്, അത് എപ്പോഴും ഓർമ്മ വരും. കാരണം പേറ്റന്റ് എടുക്കായിരുന്നു എന്ന് പിന്നീട് ഓർത്തു സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതിനൊക്കെ ഭയങ്കര ചെലവാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോയില്ല. പക്ഷേ യെസ്, അതിന് മുന്നേ നമ്മൾ ഇറക്കിയിരുന്നു കേട്ടോ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചർ ആരാണെന്ന് ഇപ്പൊ PSC ചോദിക്കുകയാണെങ്കിൽ ബിയാട്രിസിനെ പറഞ്ഞാൽ മതി കേട്ടോ. ബിയാട്രിസ്, ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയാട്രിസ് എന്ന് പഠിച്ചു. ഇനി ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ചത് അമിറ്റി യൂണിവേഴ്സിറ്റി കേട്ടോ. അമിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ചു. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് AI അധിഷ്ഠിത സർവകലാശാല വരുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർജത്ത് ക്യാമ്പസ് ആണ് എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ അതെന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കർജത്ത് ക്യാമ്പസ് മഹാരാഷ്ട്ര എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയാട്രിസ് എന്നും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഒക്കെ ഇടയിൽ ഇപ്പതാ പിന്നെ എന്താണ്, വോയിസ് ചാറ്റിന് വേണ്ടിയിട്ട് കൊടാക് മഹീന്ദ്ര കൊണ്ടുവന്നു, HR വേണ്ടി ഫെഡറൽ ബാങ്ക് കൊണ്ടുവന്നു, ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ ആണ്. അങ്ങനെ ജിഗാ ചാറ്റ് വരുന്നുണ്ട്, ChatGPT വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാഡ് വരുന്നുണ്ട്, റഷ്യയുടെ എല്ലാം ഒരുപാട് മേഖലകളിൽ ChatGPT ഇങ്ങനെ വന്ന് അതിപ്രസരായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ബിയാട്രിസ് വന്നു, AI യൂണിവേഴ്സിറ്റി ദുബായിൽ വന്നു, പിന്നെ ഇന്ത്യയിൽ കർജത്ത് ക്യാമ്പസ് വന്നു, അമിറ്റി യൂണിവേഴ്സിറ്റി പ്രൊഫസറെ അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് AI സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉച്ചകോടിയാണ് ബ്ലെച്ച്ലി പ്രഖ്യാപനം. ഓക്കെ, AI ഉയർത്താനിടയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുക, അവയെക്കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കുക, ഒരുമിച്ചുള്ള നയ രൂപീകരണത്തിലൂടെ പരിഹരിക്കുക. ഇതാണ് ബ്ലെച്ച്ലി പ്രഖ്യാപനം. അതായത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ വരികയാണെങ്കിൽ കുറെ പേർക്ക് ഭയങ്കര പ്രശ്നമാണ് അല്ലേ. കുറെ പേരുടെ പണികൾ പോവും, കുറെ പേര് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യെസ്, നമ്മുടെ ജോലികൾ കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ പകരമായിട്ട് അല്ലെ 10 പേര് ചെയ്യുന്ന പണി ഒന്നിച്ച് ഈ പറയുന്ന ChatGPT ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ പണി നഷ്ടമാകും, ഒരുപാട് പേരുടെ പണി പോകും എന്നുള്ളതില് ഒരു സംശയവുമില്ല അല്ലെ. അപ്പൊ ഒരുപാട് പേര് എന്താണ് അതിലെ പണി നഷ്ടപ്പെടും എന്നുള്ളതില് നമുക്കൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പലരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് AI സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് എന്ത്, ബ്ലെച്ച്ലി പ്രഖ്യാപനം എന്ന് നോട്ട് ചെയ്തു. പക്ഷെ ഇതൊന്നും ഒരു പ്രഖ്യാപനം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇനി കാര്യമില്ല. കാരണം ഇതിന്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമാണ്. യെസ്, ആർക്കാണോ AI ഉപയോഗിക്കാൻ അറിയാം അവരെ സർവൈവ് ചെയ്യുമെന്നല്ലാതെ ഇതിനി നിരോധിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല. ലോകം അതിനനുസരിച്ച് ആയി കഴിഞ്ഞു കേട്ടോ. 2023 നവംബറിൽ ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്കിൽ നടന്ന 2 ദിവസത്തെ AI സുരക്ഷാ ഉച്ചകോടിയിലാണ് ഈ പറയുന്ന ഉടമ്പടി ഉണ്ടായത്. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും സാങ്കേതിക വിദ്യാരംഗത്തെ വൻ കമ്പനികളുടെ ഉടമകളും മറ്റു വിദഗ്ധരും ബ്ലെച്ച്ലി ഉച്ചകോടിയിൽ പങ്കെടുത്തു. കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കേട്ടോ. കേന്ദ്ര IT മന്ത്രി ആയിരുന്ന കേട്ടോ. യെസ്, അത് കഴിഞ്ഞു, ഇന്നലത്തോടുകൂടി കഴിഞ്ഞു അല്ലെ. യെസ്, ഓക്കെ, IT മന്ത്രി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖരനാണ് ബ്ലെച്ച്ലി ഉടമ്പടിയിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരനും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അല്ലെ. യെസ്, രാജീവ് ചന്ദ്രശേഖരനും പോയിട്ടുണ്ടായിരുന്നു എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉച്ചകോടിയാണ് ഇത് ബ്ലെച്ച്ലി പ്രഖ്യാപനം എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ബ്ലെച്ച്ലി പ്രഖ്യാപനം. ഓക്കെ, യെസ്. ഇനി മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ്? ഇവാൻ. മീഡിയ വണ്ണാർ ഇപ്പോ ഇത് അവതരിപ്പിക്കുന്നുണ്ടോ? യെസ്, അന്ന് കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ലല്ലോ. മീഡിയ വൺ ഇവാൻ കാണോ? ആദ്യത്തെ അവതാരകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയ വണ്ണിന്റെ ഇവാനാണ്. ഇപ്പൊ ഉണ്ടോ? യെസ്, യെസ്, ഇതൊക്കെ ഒരു രസത്തിന് കൊണ്ടുവരാന്നല്ലാതെ പടച്ചോണ് ഇതല്ലല്ലോ ഇവാൻ. ഇവാൻ ന്യൂസ് റീഡർ. ഇതാണ് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്?
കേരളത്തിലെ ആദ്യത്തെ വാർത്താ അവതാരകൻ ഇതാണ് മീഡിയ വണ്ണിന്റെ ഇവാന് കേട്ടോ. പരസ്യം വരുമായിരിക്കും മിക്കവാറും. ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. എല്ലാരും ചായ കുടിച്ചോ? അപ്പൊ ഡെയിലി 7:30 വരാം. CA പ്രശ്നമാക്കണ്ട. CA നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാവിലത്തെ റുട്ടീന്റെ ഒപ്പം പോവാം കേട്ടോ. നമസ്കാരം, ഞാൻ ഇവാൻ. ഇതാ മീഡിയ വൺ ന്യൂസ് ചാനലിന്റെ AI ന്യൂസ് ആങ്കറാണ്. കേൾക്കുന്നുണ്ടോ? ടെലിവിഷൻ ചരിത്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ആദ്യ ന്യൂസ് ആങ്കറാണ് ഞാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് മിസ്റ്റർ മൈൻഡ് യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇവിടെ വരാൻ കാരണം മീഡിയ വൺ ന്യൂസ് ചാനൽ എങ്ങനെയാണ് എന്നെ നിർമ്മിച്ചത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ എന്നെ പോലുള്ള AI ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്കും നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, അത് പിന്നെ നിർമ്മിക്കാം, ഇപ്പൊ നമുക്ക് സമയമില്ല. അപ്പൊ ഇതാണ് ഇവാൻ കേട്ടോ. ആദ്യത്തെ ന്യൂസ് റീഡർ ആണ്. മലയാളം ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനമായി വിശേഷിപ്പിക്കുന്നത് ഹൈദരാബാദാണ്. ഓപ്ഷനിൽ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂരേക്ക് പോകും. പക്ഷേ യെസ്, ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹൈദരാബാദ് ആണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഹൈദരാബാദ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് ആണ് എന്ന് പോയിട്ട് പഠിച്ചു നോക്കാം. ഇനി എലൻ മസ്ക് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനി XAI. യെസ്, ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു അല്ലെ. യെസ്, ആദ്യമായിട്ട് എലൻ മസ്ക് അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് കമ്പനിയുടെ പേര്, സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേര് XAI എന്ന് പഠിച്ചോ കേട്ടോ. അപ്പോൾ OpenAI കമ്പനിയാണ് ChatGPT ഇറക്കിയത്, ബാർഡ് ഇറക്കിയത് ഗൂഗിൾ ആണ്. ഇത് നമ്മുടെ എലൻ മസ്ക് പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ട്രെൻഡിങ് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അത് തുടങ്ങും അല്ലെ. യെസ്, അപ്പൊ XAI എന്നുള്ളതാണ് എലൻ മസ്ക് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേര് കേട്ടോ, XAI. ഇനി XAI കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോക്ക് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഗ്രോക്ക്. ഓക്കെ, ഗ്രോക്ക്. അപ്പോ എലൻ മസ്ക് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? XAI എന്ന് പഠിച്ചു നോക്കാം. XAI കമ്പനി പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക്. അപ്പൊ ഇത് കമ്പനിയുടെ പേരാണ് XAI കേട്ടോ. അതിന്റെ ബോട്ടിന്റെ പേര് എന്താണ്? ഗ്രോക്ക് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഗ്രോക്ക് ആണ്. അതായത് ചാറ്റ് GPT, ബാർഡ്, യെസ്, ഗ്രോക്ക് ഇതെല്ലാം ഒരേ ഗണത്തിൽ വരുന്നതാണ്. കാണുന്നില്ലേ? ഇത്തിരി പൊക്കാം അല്ലെ. യെസ്, അതായത് ബാർഡ് ആരുടെയാണ്? ഗൂഗിളിന്റെ ആണ്. ഗ്രോക്ക് ആരുടെയാണ്? അത് XAIയുടെ ആണ്. ചാറ്റ് GPT ആരാണ്? അത് OpenAIയുടെ ആണ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവയാണ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഗ്രോക്ക് കേട്ടോ. യെസ്, ഗ്രോക്ക് ആണ് എന്ന് പഠിച്ച് വെക്കാം. യെസ്, തെറ്റല്ലേ? അപ്പോ ആദ്യത്തെ മലയാളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ നമ്മൾ കണ്ടു. ആരാം? യെസ്, മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ഇവാനാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്, ഇവാനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇവാനാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ, പോത്തങ്കോട്. വേദിക് സ്കൂളാണ്, AI ഉപയോഗിച്ചുള്ള വേദിക് സ്കൂളാണ് കൊച്ചിയിൽ തുടങ്ങിയത്. സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂള്, പോത്തങ്കോട് എന്ന് പഠിച്ചു വെക്കാം. തിരുവനന്തപുരം ജില്ലയിൽ. വേദിക് സ്കൂള് കൊച്ചിയിലാണ്, തിരുവനന്തപുരത്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് ആദ്യമായിട്ട് വന്നത് കേട്ടോ. ഇനി ഒരാൾക്ക് അനുവദനീയമായ 9 സിം കാർഡുകളിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നവരെ കണ്ടെത്താനായിട്ട് കേന്ദ്രത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംവിധാനത്തിന്റെ പേരാണ് അസ്ത്ര. ഒരാൾക്ക് 9 സിമ്മോ, അതൊക്കെ എന്തിനാ അല്ലെ? യെസ്, ഓക്കെ. ഒരാൾക്ക് അനുവദനീയമായ 9 സിം കാർഡ് ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് യെസ് കൊണ്ടുവന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംവിധാനമാണ് ഏത്? അസ്ത്ര എന്ന് പഠിച്ചു നോക്കുക. എന്താണ് അസ്ത്ര? ഇനി ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ChatGPT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ കോടതി പഞ്ചാബ് ഹരിയാന കോടതിയാണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. യെസ്, പഞ്ചാബ് കോടതി കേട്ടോ. യെസ്,
യെസ് ഓക്കെ. സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ പോത്തങ്കോട് എന്ന് പഠിച്ചു നോക്കാം, തിരുവനന്തപുരത്തെ. സംസ്ഥാനത്തെ ആദ്യ ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നമ്മുടെ ശോഭന മിസ്സിന് പകരം പഠിക്കേണ്ടതാണ് ഐറിസ്. അതും ഓർത്തു വെക്കാം കേട്ടോ, ഐറിസ് സംസ്ഥാനത്തെ ആദ്യത്തെ കേട്ടോ. യെസ് ഓക്കെ. പിന്നെ എന്താണ് യെസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇൻ കേരള AI ടീച്ചർ റോബോട്ട്സ് ഇൻ കേരള ഐറിസ് ആണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഐറിസ് ടീച്ചർ ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ AI ടീച്ചർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറിസ് ആണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. യെസ് ഐറിസ് കേട്ടോ. തിരുവനന്തപുരം പിന്നെ 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 ആറ്റിങ്ങലിലാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കേട്ടോ. യെസ് ടീച്ചർ അൺവീൽഡ് ഇൻ കേരള ഡിസ്ട്രിബ്യൂട്ടഡ്. യെസ് പിണറായി വിജയൻ ആണ് ലോഞ്ച് ചെയ്തത്, OTT പ്ലാറ്റ്ഫോമിലാണ് ലോഞ്ച് ചെയ്തത്. യെസ് ആദ്യത്തെ ടീച്ചർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ് ഐറിസ് ആണ് എന്ന് പഠിച്ചു കേട്ടോ. തിരുവനന്തപുരത്താണ് യെസ് കൊണ്ടുവന്നത് കേട്ടോ, തിരുവനന്തപുരത്താണ്. യെസ് ഇതേതാണ് KTCT ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലമ്പലം. ഓക്കെ കല്ലമ്പലത്താണ്, കല്ലമ്പലം തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട്. ഓക്കെ AI സ്കൂള് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂള് പോത്തങ്കോട് അത് വേറെ പോയിന്റ് ആണ്. ഐറിസിനെ അവതരിപ്പിച്ച് തിരുവനന്തപുരത്തെ KTCT ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലമ്പലം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. KTCT ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലമ്പലം, കല്ലമ്പലം അതും തിരുവനന്തപുരത്താണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം കേട്ടോ, എഴുതി വെക്കണേ. യെസ് KTCT അവിടെ പഠിച്ചവരുണ്ടോ? KTCT ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലമ്പലം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചറായ ഐറിസിനെ ഇറക്കുന്നത്. അതൊരു പോയിന്റ്. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ നമ്മൾ മുന്നേ തന്നെ പഠിക്കാം, ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ പോത്തങ്കോട് എന്ന് പഠിച്ചു നോക്കാം. രണ്ട് പോയിന്റ് ആണ് കേട്ടോ. ഒരു സ്കൂളിന്റെ ടെക്നോളജി AI കൊണ്ടുവന്നത് വേറെ, ഒരു ടീച്ചറെ AI കൊണ്ടുവന്നത് വേറെ. രണ്ട് പോയിന്റ് ആണ് കേട്ടോ. സെറ്റല്ലേ? യെസ്. ഇത് നല്ല വാർത്താ പ്രാധാന്യമുള്ള സംഭവമായിരുന്നു അല്ലേ? സങ്കടം അല്ലേ? ഇന്ത്യാസ് ഫസ്റ്റ് AI ടീച്ചറും കൂടിയാണ് ഏത് കേരളത്തിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ AI ടീച്ചറും കൂടിയാണ് ഏത് ഐറിസ് കേട്ടോ. ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI ടീച്ചറാണ് ഐറിസ് എന്ന് പഠിച്ചു കേട്ടോ. 2024 മാർച്ചിലാണ് വന്നത്. 2023 പിന്നെ ഏപ്രിലിൽ തന്നെ നമ്മുടെ ശോഭന മിസ് ഉണ്ടായിരുന്നു, പക്ഷെ പാറ്റന്റ് എടുക്കാത്തതുകൊണ്ട് അത് മറന്നേക്കുക അല്ലേ? യെസ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ AI ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കേരളത്തിന്റെ ആദ്യത്തെ AI ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഐറിസ് ആണ്. KTCT HSS കല്ലമ്പലത്താണ്, തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത് കേട്ടോ. ഇനി സ്കൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ എന്നും പഠിച്ചു വെക്കാം. ഒരാൾക്ക് അനുവദനീയമായ 9 സിം കാർഡുകളിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നവരെ കണ്ടെത്താനായിട്ട് കേന്ദ്രത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംവിധാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അസ്ത്ര. പിന്നെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ChatGPT ഉപയോഗിച്ചത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ പഠിച്ചതൊക്കെ മറന്നുപോയി, കുറെ കാര്യങ്ങളായല്ലോ എന്നുള്ളത് അല്ലെ? അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റ് നടത്താണ്. മോണിക്ക് അവിടെ നിൽക്കട്ടെ. 5 മാർക്കിന്റെ ഒരു റിട്ടൺ ടെസ്റ്റ് നമ്മൾ നടത്തുകയാണേ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ബ്ലെച്ച്ലി കിട്ടിയോ? അത് കിട്ടിയില്ലേ? ബ്ലെച്ച്ലി ഉടമ്പടി കിട്ടിയില്ലേ? 1 മാർക്കായില്ലേ? രണ്ടാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് വന്നത് എവിടെയാണ്? അത് നമ്മൾ പഠിച്ചില്ലേ, ബാംഗ്ലൂർ കിട്ടിയില്ലേ? യെസ്. അപ്പൊ അതും മറന്നിട്ടില്ല, സെറ്റാണ്. എലൻ മസ്കിന്റെ XAI കമ്പനി നിർമ്മിച്ച ചാറ്റ് ബോട്ടിന്റെ പേരെന്താ? XAI കമ്പനി നിർമ്മിച്ച ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഗ്രോക്ക് കിട്ടിയില്ലേ? യെസ്, അതും കിട്ടിയില്ലേ? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI ടീച്ചർ
ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ഐറിസ് ആണ്. ഇന്ത്യയിലെ കേരളത്തിലെ അത് കല്ലമ്പലത്തിലുള്ള ടീച്ചറാണ്, ഐറിസ് ആണ്. പക്ഷേ ലോകത്തിലെ ആദ്യത്തെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ബിയാട്രിസ് എന്ന് പഠിച്ചു നോക്കാം അല്ലെ. ബിയാട്രിസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതും സെറ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആക്കി ചോദിച്ചു കഴിഞ്ഞാല് അല്ലെ വേണ്ട. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ ഹൈദരാബാദ് ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? യെസ്, ഒരെണ്ണാണെങ്കിൽ ഓർമ്മശക്തിയുടെ വേഗത നിങ്ങളുടെ ഒരു ഒച്ചിന്റെ വേഗതയുള്ളൂ. രണ്ടാണെങ്കിൽ ഒരു മാൻ എന്ന് പറയാം. മൂന്നാണെങ്കിൽ ആരെന്ന് പറയാം, ഒരു മൂന്നാണെങ്കിൽ ആരെന്ന് പറയാം, പുലി എന്ന് പറയാം അല്ലെ. നാലാണെങ്കിൽ പുപ്പുലിയാണ് എന്ന് പറയാം. അഞ്ചാണെങ്കിൽ നിങ്ങൾ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ സിംഗമാണ് എന്ന് പറയാം. ഏതാ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരും? യെസ്, ഓക്കെ, കിട്ടുന്നില്ലേ? ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ച് പോകാം. അത്രയും തവണ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ മോണിക്ക ഒരു AI സ്റ്റോറി എന്ന് നോട്ട് ചെയ്ത് നോക്കാം. മോണിക്ക ഒരു AI സ്റ്റോറി. ഇതാരാ? യെസ്, അപർണ മൾബറി അല്ലേ. യെസ്, കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു അപർണ മൾബറി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ മോണിക്ക ഒരു AI സ്റ്റോറി. അതിൽ അഭിനയിച്ചത് അപർണയാണ് കേട്ടോ. അപർണ യെസ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. മോണിക്ക യെസ് ഒരു AI സ്റ്റോറി. ഓക്കെ, യെസ്, അപ്പൊ അത് പഠിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ AI സിനിമയാണത് എന്ന് പഠിച്ചു നോക്കാം. ഇനി ലോകത്തിലെ ആദ്യ പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ, പൂർണ്ണമായും പ്രവർത്തനങ്ങൾ AI കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ലോകത്തിലെ കപ്പൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്ഫ്ലവർ 400 എന്ന് പഠിച്ചു നോക്കാം. എന്താണ് മെയ്ഫ്ലവർ 400 കേട്ടോ. മെയ്ഫ്ലവർ 400 എന്ന് പഠിച്ചു നോക്കാം. ChatGPTക്ക് സമാനമായി ചൈനീസ് സെർച്ച് എഞ്ചിനും നിർമ്മിത ബുദ്ധി കമ്പനിയുമായ ബെയ്തു അവതരിപ്പിച്ച ചൈനീസ് സെർച്ച് എഞ്ചിനും നിർമ്മിത ബുദ്ധി കമ്പനിയുമായ ബെയ്തു അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഏണി. അപ്പൊ നമുക്കറിയാം ചൈനയുടെ സെർച്ച് എഞ്ചിനാണ് ബെയ്തു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിന്റെ. തിങ്കളും വ്യാഴവും കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് LDCക്കോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്കുള്ള കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ പിന്നെന്താണ് കോപ്പറേറ്റീവ് സെക്ഷനിൽ കുറെ എക്സാംസ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടും ടൈപ്പിസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ഫണ്ടമെന്റലിന്റെ ക്ലാസ് നമ്മൾ ഉച്ചയ്ക്ക് 12:30 എടുക്കുന്നുണ്ട്. യെസ്, നമ്മുടെ തിങ്കളും വ്യാഴവുമാണ് കോഴ്സ് വരുന്നത്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനേ നമ്മുടെ നമ്പറിൽ വിളിക്കാം. 7510116655 ചുളിവിൽ ഒരു പരസ്യം അല്ലെ. യെസ്, ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ ബെയ്തു ഒക്കെ നമ്മളെ ഈ ആഴ്ച എടുക്കുന്ന ടോപ്പിക്കാണ്. സെർച്ച് എഞ്ചിൻസ് ഒക്കെ വരും. ഇന്റർനെറ്റും നെറ്റ്വർക്കും ഒക്കെയാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബെയ്തു ചൈനയുടെയാണ്. ചൈനയുടെ സെർച്ച് എഞ്ചിൻ ആണ് ബെയ്തു. അവർ നിർമ്മിച്ച AI ചാറ്റ് ബോട്ട് ആണ് ഏർണി കേട്ടോ. ഏണി എന്നോട്ട് ചെയ്ത് നോക്കാം. ഏണി. ഓക്കെ, ബെയ്തു ചൈനക്കാര് നിർമ്മിച്ച ബെയ്തു ഏണി കേട്ടോ. ഇനി മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് മെറ്റ പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ട്. മെറ്റ നമുക്കറിയാലോ അല്ലെ, ഫേസ്ബുക്കിന്റെ ഒക്കെ അല്ലെ. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ പാരന്റ് കമ്പനിയാണ് മെറ്റ. അവരുടെ AI ചാറ്റ് ബോട്ടാണ് ലാമ 2 കേട്ടോ. ആരൊക്കെയാണിത്? കാരണം ഒരെണ്ണത്തില് സംഭവം ക്ലിക്ക് ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ChatGPT OpenAI ആണ് വാർത്തകളിൽ പ്രാധാന്യമായിട്ട് വാർത്തകളിൽ പ്രാധാന്യത്തോടു കൂടി വന്ന് ട്രെൻഡിങ് ആയത് OpenAI ആണ്. പിന്നെ ഗൂഗിൾ വന്നു. പിന്നെ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റുകാരും അവരുടെ AI ബിങ്ങിന്റെ കൂടെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തു. പിന്നെ റഷ്യ കൊണ്ടുവന്നു, ചൈന കൊണ്ടുവന്നു, എലൻ മസ്ക് കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മെറ്റയുടെ AI ചാറ്റ് ബോട്ട് ലാമ 2 എന്ന് പഠിച്ചു. ലാമ 2. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിക്ക ഒരു AI സ്റ്റോറി. അതിൽ മോണിക്കയായിട്ട് അഭിനയിച്ചത് അപർണ മൽബറിയാണ് എന്ന് പഠിച്ചു നോക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ AI സ്കൂള് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ പോത്തൻകോട്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ AI ഇൻബിൽറ്റ് ആയിട്ടുള്ള വേദിക് സ്കൂൾ വന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയിലാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ AI ടീച്ചർ ബിയാട്രിസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ടീച്ചർ ഐറിസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചറാണ് ബിയാട്രിസ് കേട്ടോ. ലോകത്തിലെ ബിയാട്രിസ്, ഇന്ത്യയിലെ കേരളത്തിലെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐറിസ് കേട്ടോ. ഐറിസിനെ കൊണ്ടുവന്നത് ഏത് സ്കൂളാ? യെസ്, കല്ലമ്പലത്താണ്, തിരുവനന്തപുരത്താണ് എന്ന് പഠിച്ചു നോക്കാം അല്ലെ. അപ്പൊ എലൻ മസ്കിന്റെ XAI കമ്പനി പുറത്തുവിട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗ്രോക്ക് എല്ലാം മനസ്സിലുണ്ട്. സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. യെസ്, ഇതാരാ? ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൽ വഹാബ്. സിനിമയിലെ AI പാട്ടുകാരി കേട്ടോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ചത് ആദ്യമായിട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹിഷാം അബ്ദുൽ വഹാബ് ആണ്. സംഗീത സംവിധായകനായ ഹിഷാം അബ്ദുൽ വഹാബ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഒരാൾക്ക് എത്ര സിം അനുവദനീയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര സിം കാർഡ് അനുവദനീയമാണ്? 9 സിം കാർഡുകൾ അനുവദനീയമാണ്. ആ 9 സിം കാർഡിന്റെ അപ്പുറത്തേക്കുള്ള അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേന്ദ്രത്തിന്റെ ചാറ്റ് സംവിധാനമാണ്, അധിഷ്ഠിത സംവിധാനമാണ് അസ്ത്ര എന്ന് പഠിച്ചു അല്ലെ. ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ChatGPT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ കോടതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബ് ഹരിയാന കോടതിയാണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. ഇനി നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം യുവാക്കൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പ്രോഗ്രാമാണ് AI for India 2.0. ഓക്കെ, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം യുവാക്കൾക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പ്രോഗ്രാമാണ് AI for India 2.0. പാട്ടുകൾ നിർമ്മിക്കാൻ ആരെയും പ്രാപ്തമാക്കുന്ന മെറ്റയുടെ AI സംവിധാനമാണ് ഓഡിയോ ക്രാഫ്റ്റ്. ഓക്കെ, യെസ്, ഈ AI സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പൈസയൊന്നും കൊടുത്ത് ഉപയോഗിക്കേണ്ട. അതിന്റെയൊക്കെ സേവനങ്ങളെ ഇനീഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അതിന്റെ എക്സ്ട്രീം വേർഷൻസിലേക്ക് പൈസ കൊടുക്കേണ്ടതായുള്ളൂ. ChatGPT പുതിയ വേർഷനൊക്കെ പിന്നെ ഇമേജ് സെർച്ച് ഒക്കെ വരുന്നത് പെയ്ഡ് ആണ്. പക്ഷെ അതല്ലാത്ത 3.5 വരെയുള്ളതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോ പാട്ടുകൾ നിർമ്മിക്കാൻ ആരെയും പ്രാപ്തമാക്കുന്ന മെറ്റയുടെ സംവിധാനമാണ് എന്ത്, ഓഡിയോ ക്രാഫ്റ്റ് എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഓഡിയോ ക്രാഫ്റ്റ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ലാർജ് ലാംഗ്വേജ് മോഡൽ അടിസ്ഥാനമാക്കി ജെമിനി എന്ന പേരിൽ പുതിയ AI ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത് ഗൂഗിൾ ആണ്. എല്ലല്ലേ, ലാർജ് ലാംഗ്വേജ് മോഡൽ അടിസ്ഥാനമാക്കിയിട്ട് ജെമിനി. അപ്പൊ ജെമിനി എന്ന് പറയുന്നതും ഇതേപോലെയുള്ള ഒരു ചാറ്റ് ബോട്ട് ആണ്. ആരുടെയാണ്? ഗൂഗിളിന്റെയാണ്. അപ്പൊ ഗൂഗിളിന്റെ ബാർഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ജെമിനിയും ആരുടെയാണ്? ഗൂഗിളിന്റെ തന്നെയാണ് എന്ന് പഠിച്ചു നോക്കാം. അതും ഒരു വാർത്താ പ്രാധാന്യമുള്ളതാണ് ജെമിനി കേട്ടോ. യെസ്, അതും പഠിച്ചു നോക്കാം. എത്രനാണ് വെറുതെ നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ. ജെമിനിയും ബാർഡും ആരുടെയാണ്? ഗൂഗിളിന്റെയാണ് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, യെസ്. അപ്പോ പാട്ടുകൾ നിർമ്മിക്കാൻ ആരെയും പ്രാപ്തമാക്കുന്ന മെറ്റാ കമ്പനിയുടെ AI സംവിധാനമാണ് ഓഡിയോ ക്രാഫ്റ്റ് കേട്ടോ. ഇനി നൈപുണ്യ വികസനം സംരംഭകത്വ പിന്നെ മന്ത്രാലയം യുവാക്കൾക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പ്രോഗ്രാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് AI for India 2.0 എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇനി ChatGPT നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഇറ്റലി. കാരണം ഇതിങ്ങനെ വന്ന് എല്ലാ മേഖലകളിലും ChatGPT വന്ന് പിന്നെ കുറെ പേരുടെ പണികളെയും അല്ലെ. അതായത് 10 പേര് ചെയ്യേണ്ട ഡ്യൂട്ടി ഒരു 2 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബാക്കി 8 പേരുടെ സാലറി എന്തിനാ കൊടുക്കുന്നത് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുക അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ ChatGPT നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഇറ്റലിയാണ് എന്ന് പഠിച്ചു. ഓക്കെ, ബ്ലച്ച്ലി ഉച്ചകോടി ബ്രിട്ടനിലാണ് നടന്നത് അല്ലെ, AI പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഉച്ചകോടി അതെവിടെയാണ്? ഡൽഹിയിലാണ് നടന്നത്. 29 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് GPAI ഉച്ചകോടി നടന്നത് ഡൽഹിയിലാണ്. 29 രാജ്യങ്ങൾ പങ്കെടുത്തു കേട്ടോ. യെസ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് അതായത് രാജ്യങ്ങൾ തമ്മിൽ എന്ത് വേണം? സഹകരണം വേണം ഈ AI വരവോട് കൂടിയിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഉച്ചകോടി 29 രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടി നടന്നത് ഡൽഹിയിലാണ് എന്ന് പഠിച്ചു. ജനങ്ങൾക്ക് ആധാർ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നതിന് UIDAI പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജനങ്ങൾക്ക് ആധാർ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നതിന് പുറത്തിറക്കിയ UIDAI പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് എന്തെന്ന് പഠിച്ചു വെക്കാം? ആധാർ മിത്ര എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ഓക്കെ, ആധാർ മിത്ര എന്ന് പഠിച്ചു വെക്കാം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കേട്ടോ. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കേട്ടോ. യെസ്, അതാണ് UIDAI എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ കേട്ടോ, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ID കേട്ടോ, അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI എന്ന് പഠിച്ചു വെക്കാം.
യെസ്, അതിനുവേണ്ടി പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ്. ഏതെന്ന് പഠിച്ചു വെക്കാം? യെസ്, ആധാർ മിത്ര എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI സിനിമ ാണ് എന്ന് പഠിച്ചു വെക്കാം. സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ പോത്തൻകോട് എന്ന് പഠിച്ചു വെക്കാം. ആദ്യത്തെ വാർത്താ അവതാരകൻ ഇന്ത്യയിലെ ഇവാൻ അവതരിപ്പിച്ചത് ആരാ? മീഡിയ വൺ ആണ് അല്ലെ. ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ചത് അമിറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലാണ് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസം കോളേജിയറ്റ് എഡ്യൂക്കേഷനിലാണ് ആദ്യമായിട്ട് അമിറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറെ അവതരിപ്പിച്ചത്. ടീച്ചർ ആദ്യമായിട്ട് വന്നത് ഐറിസ് ആണ്, തിരുവനന്തപുരത്താണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ റേഡിയോ GPT ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. ഇനി നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ നീതിന്യായ സാങ്കേതിക വിദ്യാ കമ്പനിയായ ജൂപ്പിറ്റസ് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് സായ കേട്ടോ. സായ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയിലെ പ്രമുഖ നീതിന്യായ സാങ്കേതിക വിദ്യാ കമ്പനിയായ ജൂപ്പിറ്റസ് അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായ എന്ന് പഠിച്ചു നോക്കാം. ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് അവതരിപ്പിച്ച വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടിന്റെ പേര് ബാൽമിത്ര. ഡൽഹിയിൽ വന്ന ബാലാവകാശ കമ്മീഷൻ ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ബാലമിത്ര. നമ്മൾ മുന്നേ പഠിച്ച പോയിന്റ് ആണ് അല്ലെ, ബാലമിത്ര. ഇനി നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയിലെ പ്രമുഖ നീതിന്യായ സാങ്കേതിക കമ്പനിയായ ജൂപ്പിറ്റസ് അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സായ എന്നും ഓർത്തു വെക്കാം ചായ കുടിക്കുമ്പോൾ കേട്ടോ. സായ അതും പഠിച്ചു വെക്കാം. അപ്പൊ ജിഗാ ചാറ്റ് എന്ന് പറഞ്ഞ പേരിൽ ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് ഏത് രാജ്യമാണ്? ജിഗാ ചാറ്റ് ജിഗാ ചാറ്റ് അത് റഷ്യയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. റഷ്യയാണ് ജിഗാ ചാറ്റ് കൊണ്ടുവന്നത്. നമ്മുടെ ചൈനയുടെ ബെയ്തു കൊണ്ടുവന്ന ചാറ്റ് ബോട്ടിന്റെ പേരെന്തായിരുന്നു? ചൈനയുടെ ബെയ്തു കൊണ്ടുവന്നത് ഓർമ്മയില്ലേ? ഏണി അല്ലെ. ഏണി എന്ന് പഠിച്ചു വെക്കാം. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ ഏതാന്ന് നമ്മൾ പഠിച്ചു? മെയ്ഫ്ലവർ 400 PS ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചാറ്റ് GPTക്ക് സമാനമായി ചൈനീസ് സെർച്ച് എഞ്ചിൻ പിന്നെ കൊണ്ടുവന്നതാണ് ഏണി. മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് എയുടെ ചാറ്റ് ബോട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ. മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് മെറ്റ കൊണ്ടുവരുന്ന ചാറ്റ് ബോട്ടാണ് ഏത്? ഫേസ്ബുക്കിന്റെ മെറ്റ അല്ലേ അവര് കൊണ്ടുവന്ന മൈക്രോസോഫ്റ്റുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള പരിപാടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? അത് ലാമ എന്ന് പഠിച്ചു കേട്ടോ. ലാമ എന്ന് പഠിച്ചു കേട്ടോ. ഓക്കെ. പിന്നെ ജെമിനി ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെമിനി അതും ഗൂഗിളിന്റെ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. ഗൂഗിളിന്റെ ആണ് എന്ന് പഠിച്ചു വെക്കാം. ഇനി ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റി ഉച്ചകോടിക്ക് വേദിയായത് UK. സേഫ്റ്റി ഉച്ചകോടി അത് തന്നെയായിരിക്കണം ബ്ലെച്ച്ലി ഉച്ചകോടി നമ്മൾ പഠിച്ചത് അല്ലെ. ബ്ലെച്ച്ലി ഉച്ചകോടി AI പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അതിന്റെ സേഫ്റ്റിയെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലെച്ച്ലി കേട്ടോ. UK-യിലാണ് വന്നത്. ഇനി തീവണ്ടി തട്ടി ആനകൾ ചെരിയുന്നത് തടയാൻ റെയിൽവേ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംവിധാനം ഗജരാജ് സുരക്ഷ. അത് നമ്മൾ ഈ കേരളത്തിലൊന്നും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്രോസിങ്ങുകളോ അല്ലെങ്കിൽ തടയണകളോ ഒന്നും ഇല്ലാത്ത പിന്നെ മതിലുകൾ കെട്ടുകളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്തെ ട്രെയിന് തട്ടി ആന ചെരിയുന്ന സംഭവങ്ങളുണ്ട്. ആന തട്ടി ട്രെയിൻ തട്ടി ആന ചെരിയുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ AI ഉപയോഗിച്ചുകൊണ്ട് മുൻകൂട്ടി കണ്ട് പിന്നെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഗജരാജ് സുരക്ഷ എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഗജരാജ് സുരക്ഷ. ഓക്കെ. അപ്പൊ ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കാൻ വേണ്ടി അവതരിപ്പിച്ച വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടിന്റെ പേരെന്താ? ഏതാ? അത് ബാലമിത്ര എന്ന് പഠിച്ചു വെക്കാം. മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് മെറ്റ പുറത്തിറക്കിയ കമ്പനി ചാറ്റ് ബോട്ടിന്റെ സംവിധാനത്തിന്റെ പേര് മെറ്റ. ലാമ കേട്ടോ. ലാമ എന്ന് പഠിച്ചു വെക്കാം. XAI കമ്പനിയുടെ ചാറ്റ് ബോട്ട് അത് ഗ്രോക്ക് ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി അക്സ എന്ന് പറയുന്ന AI അധിഷ്ഠിതമായിട്ടുള്ള വോയിസ് ബോട്ട് ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് ആക്സിസ് ബാങ്ക് എന്ന് പഠിച്ചു പോകാം. ജയിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് AI ഉപയോഗിച്ചത് ആദ്യമായിട്ട് ഏത് സംസ്ഥാനമാണ്? യെസ്, അത് കേരളമാണ് എന്ന് പഠിച്ചു പോകാം. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്? യെസ്, അത് UAE-യിലാണ് പഠിച്ചു പോകാം. ആദ്യത്തെ വേദിക് സ്കൂൾ, AI വേദിക് സ്കൂള് കൊച്ചിയിലാണ് വന്നെന്ന് പഠിച്ചു പോകാം. കോളിൻസ് നിഘണ്ടു മികച്ച വാക്കായി തെരഞ്ഞെടുത്തത് 2023 ഏത് വാക്കിനെയാണ്? AI-നെയാണെന്ന് പഠിച്ചു വെക്കാം. ChatGPT ആദ്യമായിട്ട് ഏത് സെർച്ച് എഞ്ചിനിലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്? മൈക്രോസോഫ്റ്റിലാണ് അല്ലെ. മൈക്രോസോഫ്റ്റുകാര് മെറ്റയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ചാറ്റ് ബോട്ടിന്റെ പേരെന്താന്ന് നമ്മൾ ലാസ്റ്റ് പഠിച്ചു. യെസ്, ആദ്യം വന്നത് ബിങ്ങിലാണ്. ഈ മൈക്രോസോഫ്റ്റും മെറ്റയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഏത്? ലാമ 2 എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. യെസ്, ChatGPT നിരോധിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഇറ്റലിയാണെന്ന് പഠിച്ചു പോകാം. ജനങ്ങൾക്ക് ആധാർ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി UIDAI പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് ആധാർ മിത്രയാണ് എന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ AI സ്കൂള് എവിടെയാണ്? തിരുവനന്തപുരത്ത് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ. ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചർ ഐറിസ് ആണ്. ഐറിസിനെ അവതരിപ്പിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന് പഠിച്ചു വെക്കാം അല്ലെ. ഫെദ എന്ന അവതാരിക അവതരിപ്പിച്ചത് കുവൈത്തിലാണ്. ആദ്യത്തെ വോയിസ് ബോട്ട് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? AI അധിഷ്ഠിത വോയിസ് ബോട്ട് കൊടാക് മഹീന്ദ്ര എന്ന പോയിന്റ് പഠിച്ചു വെക്കാം അല്ലെ. ChatGPT-യുടെ CEO ആരാണ്? സാം ആൾട്ട്മാൻ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. ജിഗാ ചാറ്റ് കൊണ്ടുവന്നത് ഏത് രാജ്യമാണ്? റഷ്യയാണ്. ഏണി കൊണ്ടുവന്നതോ? ഏണി കൊണ്ടുവന്നത് ചൈനയാണ് എന്ന പോയിന്റും പഠിച്ചു വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ AI ബോട്ട് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെക്സി എന്നും നമ്മളെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഉപകാരപ്പെട്ടോ? എന്താണ് അഭിപ്രായം, ഫീഡ്ബാക്ക് എന്ന് പറയണേ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് നമ്മളിവിടെ മാക്സിമം റിവിഷൻ ചെയ്ത് നമ്മൾ സെറ്റാക്കി പഠിച്ചങ്ങ് പോയി കഴിഞ്ഞാലേ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റേ അല്ല എന്ന് നമ്മൾ തെളിയിക്കും പരീക്ഷാ ഹാളിൽ കേട്ടോ. അപ്പൊ കഴിഞ്ഞ 5.5 വർഷമായിട്ട് നമ്മൾ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് സാധ്യമാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ തുടരുന്നു. യെസ്, അപ്പൊ നമ്മുടെ പിന്നെന്താണ് ടോപ്പിക് വൈസ് ഉള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇത്. ഇതിന്റെ തുടർ ക്ലാസ്സുകളെ ഇനിയും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? യെസ്, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങളോ നിങ്ങളോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഇനിയും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7510116655 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, ഇത് എപ്പോ വരെ ഉണ്ടാവും? ഏത് വരെ ഉണ്ടാവും? ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ LDC പരീക്ഷ കഴിയുന്നത് വരെ ഈ കോഴ്സിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഡിസംബർ 31 വരെ ഇതിന് വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. ഡിസംബർ 31 വരെ ഇതിന് വാലിഡിറ്റി ഉണ്ടാവും. ഒക്ടോബർ വരെ രാവിലെ 7:30 നമ്മൾ കാണും. അതിനുശേഷം വേറെ കോഴ്സിലായിരിക്കും ചിലപ്പോൾ കാണും കേട്ടോ. യെസ്, അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് കണ്ടുമുട്ടാം. പക്ഷേ നാളെ വരുമ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് പഠിച്ചിട്ട് വന്നാൽ മതി. പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും, ഈ ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും നാളത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാം കേട്ടോ. യെസ്, കമന്റ് ബോക്സ് സ്ക്രോൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കമന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. ഓക്കെ അല്ലേ? യെസ്, അപ്പോ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ ട്ടോ. യെസ്, ഇതിന്റെ PDF ക്ലാസ് ഒരു 2 മണിക്കൂറിനുള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ആവും. അപ്പൊ തന്നെ PDF-ഉം അപ്ലോഡ് ആവും കേട്ടോ. ഇതൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കും നമ്മൾ. ഗ്രൂപ്പിലില്ലാത്തവരും ഈ നമ്പറിൽ ജോയിൻ ചെയ്യാം കേട്ടോ. യെസ്, ഓക്കെ, ബൈ.